കത്രീനമ്മ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അപ്പൊ ചില്ലറക്കാരികളല്ല. കത്തിരത്തിന് എന്നെ ബിരുദമെടുത്ത കത്രീനമ്മ നമ്മുടെ വാനമ്പാടി ബെനിക്ലിയെ പോലെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ബ്യൂട്ടി പാർലർ, ഷോപ്പിംഗ് പുള്ളിക്കാരിയുടെ വീക്ക്നെസ് ആണ്. ഇച്ചിരി സൈനിഷായി തന്നെയാണ് നാട്ടിൽ നിന്ന് ചേച്ചി വന്നിരിക്കുന്നത്. അടുത്തത് പുന്നക്കാട് സഭ അംഗം പുന്നശ്ശേരി പൊന്നമ്മ, പത്മശ്രീ പൊന്നമ്മ. അതിസമ്പന്നയാണെന്ന് ഒഴിച്ചാൽ വേറെ ഒരു കാരണവും ഈ പത്മശ്രീ ലഭിക്കുന്നതിന് പിന്നിലുണ്ടെന്ന് നാട്ടുകാർക്കോ വീട്ടുകാർക്കോ തോന്നിയിട്ടില്ല. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കാം കുമ്പളാംപൊയ്കയിൽ നിന്ന് വന്ന കുഞ്ഞമ്മ. കുഞ്ഞമ്മയെ കുറിച്ച് പറഞ്ഞാൽ പാചകത്തിലും അതിനിപുണം. രണ്ടിന്റെ രുചി അറിഞ്ഞാൽ ഒരിക്കലും കുഞ്ഞമ്മയെ മറക്കില്ല. ഇനി നമുക്ക് ക്ഷണിക്കാം മാവേലിക്കരയിൽ നിന്ന് വന്ന മറിയാമ്മ. രാഷ്ട്രീയക്കാരെയും പയറ്റിത്തെളിഞ്ഞ മറിയാമ്മയുടെ പ്രത്യേകത എല്ലാ 5 വർഷം കൂടുമ്പോഴും പാർട്ടി മാറും എന്നുള്ളതാണ്. ഭരണകക്ഷി മെമ്പറായിരിക്കുന്നതിന്റെ ഗമ ഒന്ന് വേറെ തന്നെയാണ്. സഭാജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരിയാണ് മറിയാമ്മ. അതിന്റെ കാരണം ആ കൈകളിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇനി അവസാനമായി നമുക്ക് ക്ഷണിക്കാം തോലശ്ശേരി തെയ്യാമ്മ. തെയ്യം നല്ലൊരു നടത്തുകയും നടിയുമായ തെയ്യാമ്മ മാസ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത് ഇൻവിറ്റേഷൻ പ്രകാരം അടുത്ത മാസം വൈറ്റ് ഹൗസിൽ പെർഫോം ചെയ്യുന്നതിന്റെ ത്രില്ലിലാണ് നമ്മുടെ തെയ്യാമ്മ. നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഈ അമ്മച്ചിമാർക്ക് സ്നേഹവന്ദനം ആശംസിക്കുന്നു. ഞാൻ പറയാൻ മറന്നു, കൊയർ മെമ്പേഴ്സ് ആയതുകൊണ്ടാണ് ഇവരോട് എന്ത് ചോദിച്ചാലും പാട്ടിലൂടെ മാത്രമേ അവർ മറുപടി പറയൂ. നാട്ടിൽ എത്തിയതല്ലേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ വാഗമൺ? ഇഷ്ടപ്പെട്ടോ? അങ്ങനെ പറയുക അമ്മച്ചിമാരെ, നമ്മുടെ നാട്ടിൽ എല്ലാവരും വന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്നവരാ. അതിരിക്കട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കാണോ വന്നത്? അപ്പച്ചമാരെ ഒന്നും കൂടെ കൊണ്ടുവന്നില്ലേ? എന്തു പറ്റിട്ട് കുഞ്ഞാമ്മച്ചി? അപ്പച്ചനെ കുറിച്ച് വേറെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നുവല്ലോ. കാണുന്നില്ല